നൽകിയത്. ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോകുന്നു. AT അശ്വതി വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പമുണ്ട്. അശ്വതി, മധ്യ കേരളത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ശതമാനം തന്നെയാണ് രേഖപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എറണാകുളത്ത് 63.39%, ചാലക്കുടി നോക്കുമ്പോൾ 66% പോളിംഗ് കടന്നിരിക്കുന്നു. എങ്ങനെയാണ് അവസാന മണിക്കൂറിലെ കണക്കുകൾ? ശ്രുതി, വലിയ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 66% എത്തുന്ന ഒരു കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭ്യമാകുന്നത്. ഈ കണക്കുകളിൽ 5-10 വരെയുള്ള ശതമാനം നമ്മൾ നോക്കുമ്പോൾ എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 64.33 അതുപോലെ തന്നെ ചാലക്കുടി മണ്ഡലത്തിലേത് 66.15 അതിൽ ചാലക്കുടി മണ്ഡലത്തിലെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുന്നത്തുനാടാണ്. 72%, അതായത് 72.78% കുന്നത്തുനാട് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും 67%-ാണ് നിൽക്കുന്നത്. കോതമംഗലത്തും പെരുമ്പാവൂരിലും ഒക്കെ തന്നെ, അതായത് റൂറൽ മേഖലകളിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോതമംഗലത്തും അതുപോലെ തന്നെ പെരുമ്പാവൂരിലും 67.57%-ഒക്കെയാണ്. 5-10 ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് പോളിംഗ് ശതമാനം. അത് കുറെ കൂടി ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ടത് ചാലക്കുടി മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. ചാലക്കുടി മണ്ഡലത്തിലെ കുന്നത്തുനാടിലെ വലിയ മുന്നേറ്റം, അത് ഇപ്പോൾ തന്നെ 70% മുകളിൽ കടന്നു, 72% മുകളിൽ കടന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് 2020 വലിയ ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ഈ കാണുന്നത് തൃക്കാക്കര മണ്ഡലത്തിലുള്ള പോളിംഗ് സ്റ്റേഷനാണ്. ഇവിടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് ആളുകൾ, ഏറ്റവും അവസാനം വോട്ട് ചെയ്യാനായിട്ട് ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ചുരുക്കം ചില ആളുകളാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകർ ഒക്കെ തന്നെയുണ്ട്. നമുക്ക് കാണാം ഈ പോളിംഗ് ബൂത്ത് ഈ സ്കൂളിന് അകത്തും അതുപോലെ തന്നെ ഈ ഗേറ്റിന് പുറത്തും ഇത് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഒക്കെ തന്നെ രേഖപ്പെടുത്തുന്ന ഒരിടം കൂടിയാണ്. ഇവിടേക്ക് പുറത്തേക്കും നമുക്ക് കാണാം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അവസാന നിമിഷത്തിൽ വോട്ട് ചെയ്യാൻ പോലും നിരവധി ആളുകൾ എത്തുകയാണ്. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഈ പോളിംഗ് ഉള്ളത്. അപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 67-70 നീളുന്ന, പല മണ്ഡലങ്ങളിലും 70 തന്നെ നീളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ വിവിധ പാർട്ടിയിലെ പ്രവർത്തകരെല്ലാവരും തന്നെ അവരുടെ ലിസ്റ്റുകൾ ഒത്തുനോക്കുകയാണ്. ഏതൊക്കെ വോട്ടുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഈ വിജയപരാജയങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. അതിൻ്റെ അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ വിലയിരുത്തപ്പെടുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ ഈ കള്ളവോട്ട് പരാതികളൊക്കെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ കള്ളവോട്ടും ഇരട്ട വോട്ടും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ശ്രുതി, എറണാകുളത്താണ് ഇത്തരത്തിലൊരു കള്ളവോട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. അവിടെ എറണാകുളം മണ്ഡലത്തിൽ ഒരു കള്ളവോട്ട് രേഖപ്പെടുത്തിയതായിട്ട്, അതായത് സാന്താക്രൂസ് ഹൈസ്കൂളിലാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം ഉയർന്നിട്ടുള്ളത്. അവിടെ ബൂത്ത് നമ്പർ 132 തങ്കമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ അവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ നേരത്തെ തന്നെ ആരോ തൻ്റെ പേരിൽ വോട്ട് ചെയ്തു എന്നാണ് അവരുടെ ആരോപണം. അത്തരത്തിലുള്ളൊരു വിഷയം അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും അതിൽ നടപടികളും മറ്റു കാര്യങ്ങളും അന്വേഷണവും ഒക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും ആ ഒരു കാര്യമാണ് എറണാകുളം ജില്ലയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പരാതി. മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇതിൻ്റെ തുടക്ക സമയത്ത് ഇന്നത്തെ ഒരു ആകെ നമുക്ക് പരിശോധിച്ചാൽ ഈ പോളിംഗ് തുടങ്ങുന്ന സമയത്ത് ചിലയിടങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ തകരാറു മൂലം കുറച്ച് സമയങ്ങൾ വോട്ടിംഗ് ആരംഭിക്കാനായിട്ട് നീണ്ടുപോയി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആലുവയിലെ കീഴ്മാടാണ്. കീഴ്മാട് വളരെയധികം ദീർഘനേരം ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്താതെ ഏകദേശം 10 മണിയോട് കൂടിയാണ് അവിടെ പൂർണ്ണമായിട്ടും അവിടെ വോട്ടിംഗ് യന്ത്രം എല്ലാം ശരിയായത്. അതിൻ്റെ ഒരു പ്രതിഷേധം ആളുകൾക്കിടയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരുവാണിയൂർ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. തിരുവാണിയൂർ പഞ്ചായത്തിലെ ഒരു പോളിംഗ് കേന്ദ്രത്തിൽ വളരെ ഇഴഞ്ഞു നീങ്ങുന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ, അതായത്
പറവൂരിലെ തുരുത്തിപ്പുറം സ്ഥലത്തും ഇതുപോലെ തന്നെ മെഷീനിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പെരുമ്പാവൂരിൽ പെരിയാർ വാലി ക്ലബ്ബ് 83 നമ്പർ ബൂത്തിൽ മെഷീൻ തകരാറായതിനെ തുടർന്ന് വോട്ടിംഗ് 1.25 മണിക്കൂർ വൈകുകയാണ് ചെയ്തത്. അങ്ങനെ നിരവധി ഇടങ്ങളിൽ മധ്യ കേരളത്തിൽ ആലപ്പുഴയിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അതിൽ കുറച്ച് നീണ്ടുപോയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലുവയിലാണ്, ആലുവ കീഴ്മാടിലാണ്. മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ കൂടാതെ തന്നെ വോട്ടിംഗ് ആരംഭിക്കാനായിട്ട് സാധിച്ചു. ആദ്യത്തെ ഒരു മണിക്കൂറുകളിൽ ചില മണിക്കൂറുകളിലുള്ള ഒരു വൈകൽ ഒഴികെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള കലഹങ്ങളോ വാക്കേറ്റങ്ങളോ അത്തരം പ്രശ്നങ്ങളിലേക്കോ അടിപിടിയിലേക്കോ ഒന്നും തന്നെ പോയില്ല. പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ വോട്ടിംഗ് ഇന്നിവിടെ പുരോഗമിച്ചത്. അത് ഏത് മണ്ഡലങ്ങളായാലും, അതായത് ചാലക്കുടി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമാധാനപരമായിട്ടാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. രാവിലെ തന്നെ വിവിധ ആളുകൾ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു. അതിനുശേഷം ഏറ്റവും ആദ്യം 7 മണിക്ക് തന്നെ വിവിധ സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി. അതിനുശേഷം സിനിമാ രംഗത്തെ പ്രമുഖർ, രാഷ്ട്രീയ രംഗത്തെ മറ്റാളുകൾ, ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ ആളുകൾ, മതമേലധ്യക്ഷന്മാർ, ഇവിടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വരാപ്പുഴ അതിരൂപത അധ്യക്ഷനും അതുപോലെ തന്നെ സീറോ മലബാർ സഭയുടെ തലവനും ഒക്കെ വോട്ട് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. 2 മണ്ഡലങ്ങളാണെങ്കിലും എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ അതെല്ലാവരും നമ്മൾ രാവിലെ കാണുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ വ്യക്തമാക്കുന്നു, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. ഒപ്പം ഉച്ചയ്ക്ക് ശേഷം 3:30 മണിയോടുകൂടി നടൻ മമ്മൂട്ടി പൊന്നുരുന്നിയിൽ വോട്ട് രേഖപ്പെടുത്താനായിട്ടെത്തി. അങ്ങനെ സിനിമാ രംഗത്തെ പ്രമുഖരും ഒപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെയും മറ്റ് സാംസ്കാരിക രംഗത്തെ ആളുകൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി ഒരു പ്രശ്നങ്ങൾ ഒന്നും കൂടാതെ ഇതുവരെ വോട്ട് ഈ അവസാന മിനിറ്റുകളിൽ പോലും ഒരു പ്രശ്നങ്ങൾ കൂടാതെ വോട്ട് രേഖപ്പെടുത്തി അതിൻ്റെ പ്രക്രിയകളൊക്കെ അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് പൊതുവിൽ ഇത് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ വളരെ കഠിന ചൂടാണെങ്കിൽ പോലും നമ്മൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ഈ വോട്ടിംഗ് ശതമാനം കുറയുമെന്നാണ്. പക്ഷേ എറണാകുളത്തും ഒരു വെയിലായിരുന്നു. ആ വെയിലിൻ്റെ സമയത്ത് കുറച്ച് സമയത്തേക്ക് ആളുകൾ കുറച്ച് കുറവായിരുന്നുവെങ്കിലും വലിയ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാനെത്തി. അതാണ് ഈ ശതമാനത്തിൽ കാണുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നഗര അതിനേക്കാൾ കൂടുതൽ റൂറൽ മേഖലകളിലാണ്, ഗ്രാമീണ മേഖലകളിലാണ് വലിയ വോട്ടിംഗ് ശതമാനം കാണുന്നത്. ഇപ്പോൾ തന്നെ 70-നടുത്താണ് പല മണ്ഡലങ്ങളിലും ബൂത്തുകളിലും ഒക്കെ തന്നെ ഈ വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഇതിൻ്റെ ഒരു അവസാന റിപ്പോർട്ടുകൾ നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും 70-നടുത്ത് വോട്ടിംഗ് ശതമാനം, കുന്നത്തുനാട്ടിലൊക്കെ 70 കടന്നു. അത്തരത്തിലുള്ള വോട്ടിംഗ് ശതമാനം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് വലിയ രീതിയിലുള്ള ഈ വെയിലിനെയൊക്കെ തന്നെ വകവെക്കാതെ തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ആളുകൾ ഇവിടെ, പാർട്ടി പ്രവർത്തകർ, ഇതിൻ്റെ ഇത്രയും ഒരു മാസക്കാലം ഇതിനു വേണ്ടി ചെലവഴിച്ച ആളുകൾ എല്ലാം തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയവരൊക്കെ ഓരോ വോട്ടും കൂട്ടിക്കിഴിച്ച് എത്ര തങ്ങൾക്ക് കിട്ടും, തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ജനങ്ങൾ വിലയിരുത്തിയത് എന്നതിൻ്റെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ എന്തായാലും തീരുമാനിക്കപ്പെടുക, അവരുടെ പ്രവർത്തനങ്ങൾ മികച്ചതാക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ വലിയ കാര്യമാണ്. അത് ഈ ചൂടത്ത്, ഇത്രയധികം ചൂടുള്ള ഈ സമയത്തും എത്താൻ സാധിച്ചത് ഇവരെ പോലെയുള്ള പ്രവർത്തകരുടെ കൂടി ഒരു വലിയ ഇടപെടൽ കൊണ്ടാണ്. എന്തായാലും എറണാകുളം മധ്യ കേരളത്തെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഉറപ്പാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ താരതമ്യേന സമാധാനപരമായ രീതിയിൽ വോട്ടുകൾ ചെയ്യാനും ആ ഒരു പ്രക്രിയ അവസാനിപ്പിക്കാനും സാധിക്കുന്നു. നമ്മൾ നിൽക്കുന്നത് 5:42, ഏകദേശം തീരാറായി. ഏകദേശം ഒരു 10-15 മിനിറ്റാണ് ഇനി ഈ വോട്ടിംഗ് അവസാനിപ്പിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ആളുകൾ എല്ലാവരും ഏകദേശം ഇവിടെ ഒക്കെ ഒഴിഞ്ഞു കഴിഞ്ഞു. ആളുകൾ അവസാന ഏകദേശം 1-2 ആളുകളൊക്കെ വിട്ടുപോയവരുണ്ടെങ്കിൽ അവരെ കൂടി ഈ പ്രക്രിയയുടെ ഭാഗമാക്കാനുള്ള തത്രപ്പാടിലാണ് ശരിക്കും പ്രവർത്തകർ എന്ന് പറയുന്നത്. എല്ലാവരെയും ഇവിടേക്ക് എത്തിക്കുക, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രായമായവരൊക്കെ കൂടുതലും രാവിലെ നേരങ്ങളിൽ വോട്ട് ചെയ്തു. ഈ അവസാന മണിക്കൂറുകളിൽ, അതായത് 3 മണിക്ക് ശേഷം വലിയ പോളിംഗ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, അതുവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതിനേക്കാൾ പെട്ടെന്ന് ശതമാനത്തിൽ വ്യത്യാസം വരുന്നത് ഒരു 3 മണിക്ക് ശേഷമാണ്. 3 മണിക്ക് 3:10 ഒക്കെ ആയപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഡിഫറൻസ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ കാണാനായിട്ട് സാധിച്ചു. അതുതന്നെ ആ ഒരു വെയിലിൻ്റെ ആധിക്യം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 7 മണിക്ക് വലിയ ക്യൂ ആയിരുന്നു.
ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ക്യൂ ചേരാനെല്ലൂർ പോലുള്ള ഭാഗത്തൊക്കെ നമ്മൾ രാവിലെ കണ്ടതാണ്. വലിയ ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആളുകൾ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി തങ്ങളുടെ അവകാശം ഉപയോഗിച്ചു, അത് വിനിയോഗിച്ചു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇത് എന്തായാലും ഇപ്പോഴും ഇവിടെ യുവതലമുറ വോട്ടർമാരെല്ലാവരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. കന്നി വോട്ടർമാരൊക്കെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതും ഇത്തവണ നമ്മൾ കണ്ട വലിയൊരു കാര്യമാണ്. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ വലിയ ഉത്സാഹത്തോടു കൂടിയാണ് ഇവിടേക്ക് എത്തിയത്, അതായത് വോട്ട് രേഖപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത്. എന്തായാലും അവസാന ഘട്ട അതിൻ്റെ ഒരു കണക്ക് നമുക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ വലിയ ഒരു 70 മുകളിലേക്കൊക്കെ പോകാനുള്ള, പല മണ്ഡലങ്ങളിലെയും 70 മുകളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പലയിടത്തും ഇപ്പോൾ തന്നെ അത് എന്തായാലും വ്യക്തമാണ്. അവസാന മണിക്കൂറിലെ വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇതുവരെ എറണാകുളത്ത് 63.39%, ചാലക്കുടി 66.77% പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമാണുള്ളത്. ഇത് 70 കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. മമ്മൂട്ടി അടക്കം ചലച്ചിത്ര താരങ്ങളൊക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കള്ളവോട്ടും എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അവസാന മണിക്കൂറിലെ കണക്കുകൾ കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. സന്തോഷ് പത്തനംതിട്ട നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷ്, അവസാന മണിക്കൂറിൽ എത്തിയിരിക്കുന്നു. ഇനി 10 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ വോട്ടെടുപ്പ് അവസാനിക്കാൻ. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കള്ള വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവസാന മണിക്കൂറിലെ കണക്കുകൾ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് പത്തനംതിട്ടയിൽ ഇപ്പോ ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ചാൽ 60% മേളിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ